അതായത് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകള് ഡയറക്റ്റ് അക്യൂസ്ഡ് ആണ്. അത് ഫേവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതായത് കേരളത്തിലെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേസിലെ ഒരു കോ അക്യൂസ്ഡ് ആയിരിക്കും ഉറപ്പായിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റെയ്ഡും പരിപാടികളും ഈ സംഭവങ്ങളൊക്കെ മാറി. അപ്പം നിങ്ങൾ ചോദിക്കാം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഫർദറൊക്കെ ഉണ്ടാകാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് ഈ പറയുന്ന മോദി മന്ത്രിസഭ ഇരുന്ന സമയത്താണ് അരവിന്ദ് കേജ്രിവാളിൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നത്. അതായത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, മറ്റ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഹേമന്ത് സോറൻ, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ NDAയുടെ പല ഘടകകക്ഷികളും ഈ നടപടി, അതായത് ഒരു ചെയറിലിരിക്കുന്ന എലക്റ്റഡ് ആയിട്ട് ചെയറിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം റിസൈൻ ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നു. അതൊരു ശരിയായ നടപടിയല്ല എന്ന് BJPക്കകത്തുള്ളവരും പറഞ്ഞു. അതായത് ഈ പറയുന്ന പാർട്ടി അഡ്മിനിസ്ട്രേഷനും ഈ മോദി മന്ത്രിസഭയിലെ സീനിയറായിട്ടുള്ളവരും അതിനോട് വിയോജിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റാലിൻ്റെ കേസാണെങ്കിലും മറ്റു പല ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കേസാണെങ്കിലും ഫർദർ അവർ ആ CMൻ്റെ ചെയറിലിരിക്കുമ്പോൾ ഫർദർ പ്രൊസീഡിങ് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് പോകുന്നത്. ചിലപ്പോൾ യാദൃച്ഛികമായിരിക്കും, അല്ലാതായിരിക്കും. ഇതാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇന്നത്തെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് കോർട്ടിൻ്റെ, അതായത് കേരള ഹൈക്കോർട്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലും പെറ്റീഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ED അന്വേഷണമാകാം. ഒരു കാര്യം വ്യക്തമാണ്, ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രൈമാ ഫേസിയാണ്. ഇതിനകത്ത് ബന്ധപ്പെട്ട പല ഈ KMRലുമായി ബന്ധപ്പെട്ട പല പേയ്മെൻറ്റുകൾ, പണ ഇടപാടുകൾ, അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി കോ അക്യൂസ്ഡ് ആണ്. ഈ PV എന്നൊക്കെ പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതായത് ഈ കർത്ത എന്ന് പറഞ്ഞ അവർ തന്നെ EDക്ക് ഈ പല അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് ഈ PV ആരാണ്, മറ്റുള്ള പേരുകളാണ്, ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് വാങ്ങിയിരിക്കുന്നത് പലതും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കറപ്റ്റഡ് ആണ്. എൻ്റെയും ധാരണ, പല ആൾക്കാരുടെയും ധാരണ അദ്ദേഹം കറപ്റ്റഡ് അല്ല. അങ്ങനല്ലാതെ പിണറായി വിജയൻ അദ്ദേഹം കറപ്റ്റഡ് ആണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം കറപ്റ്റഡ് ആണ്.